future energy of wheels. Hi friends, എല്ലാവർക്കും വിപ്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മിഡ് ഡ്രൈവ് മോട്ടോർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ 2 വീലർ കൺവേർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ചെയിൻ ഡ്രൈവ് വരുന്ന മോട്ടറുണ്ട്. ഓട്ടോറിക്ഷകളിൽ വരുമ്പോഴത്തേക്കും ഡിഫറൻഷ്യൽ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡിഫറൻഷ്യലിൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള മോട്ടറാണ്. ഇതിൻ്റെ തന്നെ ചെയിൻ ടൈപ്പ്, അതായത് ചെയിൻ ഇടാവുന്ന രീതിയിലുള്ള സ്പ്രോക്കറ്റ് വരുന്ന രീതിയിലുള്ള മോട്ടറുണ്ട്. അതുപയോഗിച്ച് ചിലരൊക്കെ 2 വീലറൊക്കെ കൺവേർഷൻ ചെയ്യാറുണ്ട്. അപ്പം ആ കാറ്റഗറി വരുന്നൊരു മോട്ടർ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മോട്ടർ 48 വോൾട്ട് 1000 വാട്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് കമ്പനി പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് 48ലും 60ലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അത് പക്ഷേ വേറൊരു കണ്ടീഷനുണ്ട്. നമ്മൾ 60ൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, 60ൽ ഇത് വർക്ക് ആവും. പക്ഷേ ഓവർലോഡ് കയറ്റി കഴിഞ്ഞാൽ പ്രോബ്ലങ്ങൾ വരും. ഓവർലോഡ് കയറ്റുമ്പോൾ ചിലപ്പം സെൻസർ പെട്ടെന്ന് അടിച്ചു പോകും. അതിനൊക്കെ വൈൻഡിങ് ഓവർ ഹീറ്റായി വൈൻഡിങ് പെട്ടെന്ന് കത്തിപ്പോകും. അങ്ങനെയുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ലോഡില്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ നമുക്കിത് 60ൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല. അപ്പം ഇത് നമ്മുടെ ചൈനീസിൽ നിന്ന് വരുന്ന തന്നെ ഒരു ബ്രാൻഡാണ് NY+ എന്നാണ് ഈ കമ്പനിയുടെ പേര്. മോട്ടറിൻ്റെ കമ്പനിയുടെ പേര് ഇതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കേബിളുകൾ ഇതൊക്കെയാണ് വരുന്നത്. സാധാ മോട്ടറിൽ കാണുന്നതൊക്കെ തന്നെ RYBയുടെ ഇത് കണക്ഷൻസ്, അതിനൊക്കെ തന്നെ അതിൻ്റെ സെൻസർ കേബിള്. അപ്പം അതുപോലെ തന്നെ ഈ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കൺട്രോളർ 999 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കൺട്രോളറാണ്. ഇതൊരു സ്മാർട്ട് കൺട്രോളർ എന്നാണ് പറയുന്നത്. സ്മാർട്ട് കൺട്രോളർ എന്ന് പറഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല. ഈ കൺട്രോളറിൻ്റെ അകത്ത് ഇവിടെ ഫ്രണ്ടിൽ കാണാം 2-3 LED ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ലാമ്പുകൾ നമുക്ക് ഈ കൺട്രോളറിൻ്റെ സൈഡിലോ മോട്ടറിൻ്റെ സൈഡിലോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേഷനായിട്ട് കാണിച്ചു തരും. അതാണ് ഈ കൺട്രോളറിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ സ്മാർട്ട് കൺട്രോളർ എന്ന് അവർ പറയുന്നത്. അപ്പം ഈ പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 2 പുതിയ അപ്കമിങ് പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് ഒരു കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെന്തോന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം അത് കോളേജിലെ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല. പിന്നീടുള്ള ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാൾക്ക് വീൽ ചെയർ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് പുറത്തോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു, ഇലക്ട്രിക് വണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത മോട്ടറാണിത്. അപ്പം പുള്ളിയുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്. വലിയ കാറുകളൊന്നും എടുത്ത് കൺവേർഷൻ ചെയ്യാനൊന്നും പറ്റാത്തൊരു അവസ്ഥ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ചെറിയ രീതിയിലൊരു വണ്ടി മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റ് നിർത്തി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് എടുത്ത മോട്ടറാണ്. ഇനി ഇതിന് രണ്ടിനും ഡിഫറൻഷ്യൽ വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇപ്പം മോട്ടർ ഓർഡർ ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഞാൻ ഈ വീഡിയോയിൽ ഇതിൽ പരിചയപ്പെടുത്താത്തത്. ഡിഫറൻഷ്യൽ ഒരു 2 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കിനും അത് ഞാൻ ഇത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മോട്ടറും കൺട്രോളറും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടറും കൺട്രോളറും. അപ്പം മോട്ടറിൻ്റെ ബ്രാൻഡ് നെയിം ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. NY+ എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത്. അതിനൊക്കെ തന്നെ റേറ്റഡ് വോൾട്ടേജ് 48 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ റേറ്റഡ് പവർ 1000 വാട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. റേറ്റഡ് സ്പീഡ് 3000 RPM/minute എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റേറ്റഡ് കറണ്ട് 27 ആംസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയത്, ഒരുപാട് കുറഞ്ഞതുമല്ല ഒരുപാട് കൂടിയതുമല്ല, ഒരു മീഡിയം ക്വാളിറ്റി വരുന്ന സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിലെ കവർ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വരുന്നത്, മെറ്റലിൻ്റെ അല്ല. ചില മോട്ടറുകൾക്ക് മെറ്റലിൻ്റെ കവറാണ് വരുന്നത്. ഇതാണ് ഡിഫറൻഷ്യലിൻ്റെ മൗണ്ടിങ് ഹോളുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ ടീത്താണ്. ചെയിൻ ഡ്രൈവ് വരുന്നതാണെങ്കിൽ ഇതിൽ ചെയിൻ്റെ സ്പ്രോക്കറ്റ് കയറ്റിയിടുന്ന രീതിയിലായിരിക്കും. ഈ പല്ലുകൾ കാണത്തില്ല, പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ചെയിൻ്റെ സ്പ്രോക്കറ്റ് കയറ്റിയിടുന്ന രീതിയിലായിരിക്കും. ഇവിടെയും 1000 വാട്ട്സ് 48 വോൾട്ട് എന്നും പറഞ്ഞ് അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളെല്ലാം പഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേബിളിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം 1 മീറ്ററോളമാണ് വരുന്നത്. ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക. കാരണം ഇത് സിങ്ങാമിൽ കിടന്ന് പൊങ്ങിയും തരികയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറുകൾ മടങ്ങി ഒടിഞ്ഞു പോകാതിരിക്കാനും ഒരഞ്ഞ് കീറിപ്പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി നല്ല കട്ടിയുള്ളൊരു ഇൻസുലേഷനാണ് വയറിനെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൻസറിൻ്റെ വയറിന് ഇച്ചിരി കട്ടിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1 മീറ്ററോളം ഉണ്ട്, 1 മീറ്ററിൽ കൂടുതലുണ്ട് കേബിളിൻ്റെ ലെങ്ത്. ഇനി കൺട്രോളറിലാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു സ്മാർട്ട് കൺട്രോളർ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ 999 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കൺട്രോളറാണ്. ഈ കൺട്രോളറിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ മോഡൽ നമ്പർ സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കറണ്ട് ഉണ്ട് 50 ആംസ് വരെ നമുക്ക് ഈ കറണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. അത് കണക്ക് തന്നെ 48ലും ഇത് 60ലും വർക്കിംഗ് ആണ് ഈ കൺട്രോളർ.
പിന്നീട് ഇതിൽ പെട്ടെന്ന് എടുത്ത് പറയേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്തൊരു LED ഇൻഡിക്കേഷൻ വെച്ച് കുറച്ച് ഫാൾട്ടുകൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന സ്മാർട്ട് കൺട്രോൾ എന്ന് അവർ പറയുന്നത്. അപ്പം ആ ഫാൾട്ട് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ മേളിൽ തന്നെ, കൺട്രോളിൻ്റെ മേളിൽ അവർ സ്റ്റിക്കറായിട്ട് വെച്ചിട്ടുണ്ട്, അതായത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. റെഡ് കളറിൽ ഇതാണ് കത്തുന്നതെങ്കിൽ മോട്ടോർ സൈഡിലാണ് ഫാൾട്ട് എന്നാണ് അവർ പറയുന്നത്. അത് കണക്ക് തന്നെ യെല്ലോ LED ആണ് കത്തുന്നതെങ്കിൽ കൺട്രോളറിൻ്റെ ഫാൾട്ട് എന്നാണ് അവർ പറയുന്നത്. ഗ്രീൻ കളറാണ് കത്തുന്നതെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ, അതായത് ആക്സിലേറ്ററിൻ്റെ എന്തോ ഫാൾട്ട് എന്നാണ് അവർ പറയുന്നത്. ബ്ലൂ കളറാണ് കത്തുന്നതെങ്കിൽ ഓവർലോഡ് കയറുമ്പം വരുന്ന ഫോൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കൺട്രോളർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി റേറ്റഡ് ആയിട്ട് ഓവർലോഡ് കയറ്റുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഫാൾട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനും അവരൊരു ഇൻഡിക്കേഷൻ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ലൈനും കാര്യങ്ങളൊക്കെ ഇതാണ്. അതെല്ലാം അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ തന്നെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, യെല്ലോ ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഇഗ്നിഷൻ കീയുടെ ലൈൻ ഇതാണ് ഇഗ്നിഷൻ കീയുടെ ലൈനായിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ മോട്ടറിൻ്റെ ഹാൾ സെൻസർ, അതിനൊക്കെ തന്നെ ത്രോട്ടിൽ എല്ലാവരും സെപ്പറേറ്റ് കണക്ഷനുണ്ട്. നമുക്ക് സാധാരണ നോർമൽ എല്ലാ വാഹനങ്ങളിലും കാണുന്ന രീതിയിലുള്ള കണക്ഷൻസ് തന്നെയാണ് ഇതിലുള്ളത്. അതിനൊക്കെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ കണക്ട് ചെയ്യാനുള്ളതുണ്ട്, സ്പീഡോമീറ്റർ കണക്ട് ചെയ്യാനുള്ളതുണ്ട്. അതിനൊക്കെ തന്നെ നമുക്ക് 48-ലാണോ 60-ലാണോ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾസ് ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഈ കൺട്രോളറിൻ്റെ മുകളിൽ തന്നെ അവർ സ്റ്റിക്കറായിട്ടെല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കണക്ടർ എന്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഹാൾ സെൻസർ എല്ലാം കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ കളർ കോഡിങ് അടക്കം അവരത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ രീതിയിൽ അവർ കണക്ഷൻ ഡയഗ്രാം കൃത്യമായിട്ട് കൊടുത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിച്ച് നമുക്ക് ഏത് കൺവേർഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, കമ്പനിക്കാർ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടറിൽ കണക്ട് ചെയ്യുന്ന ഡിഫറൻഷ്യൽ വരാനുണ്ട്. ഡിഫറൻഷ്യൽ ഞാൻ ഔട്ടർ സൈഡ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വീല് കണക്ട് ചെയ്യുന്ന സൈഡ് വരെ ഒറ്റ പീസായിട്ട് വരുന്ന നീളത്തിലുള്ള ഡിഫറൻഷ്യലുണ്ട്. ആ ടൈപ്പ് ഡിഫറൻഷ്യലല്ല നമ്മളിത് എടുക്കുന്നത്. അത് വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിന് പ്ലേറ്റ് സസ്പെൻഷനാണ് വരുന്നത്. അത് നമ്മുടെ റോഡ് കണ്ടീഷനിൽ നല്ല കുലുക്കമായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ് സസ്പെൻഷൻ കയറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എക്സ്റ്റേണൽ ഡിഫറൻഷ്യൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ് വേണ്ടത്. അപ്പം അതിന് സാധനം സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കാണിക്കാത്തത്. അപ്പോൾ സാധനം വരുമ്പോഴത്തേക്കിന് നമുക്കത് കണക്ട് ചെയ്തിട്ട് ഇതുമായിട്ട് കൺട്രോളറിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് ഒന്ന് കണക്ട് ചെയ്ത് റൺ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ മോട്ടറും കൺട്രോളറും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ മെസ്സേജ് ഒന്ന് ഇട്ടിരുന്നാൽ മതി. കാരണം ഞാൻ വർക്കിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. കാരണം ഇലക്ട്രിക്കൽ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ മൈൻഡ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം സംഭവിച്ച് കഴിഞ്ഞാൽ കൺട്രോളറോ മോട്ടറോ എന്തെങ്കിലുമൊക്കെ അടിച്ചു പോകുക, നല്ല എമൗണ്ട് വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഇരിക്കുകയാണെങ്കിൽ ഫോൺ മാക്സിമം എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. എൻ്റെ 2 നമ്പറിലും വാട്സപ്പ് ഉള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം എൻ്റെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഈ മോട്ടറിൻ്റെ ഡിഫറൻഷ്യൽ വന്നതിന് ശേഷം ഇതിൻ്റെ കണക്ഷൻ എല്ലാം കണക്ട് ചെയ്യുന്നതും അതിനൊക്കെ തന്നെ ഡിഫറൻഷ്യൽ വെച്ചിട്ട് ഈ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനായിട്ടൊരു വീഡിയോ ചെയ്തിടുന്നുണ്ട്. അപ്പം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.